അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യം നടപ്പാവാതെ പിന്മാറണമെന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഡിമാൻഡാണ്. അത് ഗവൺമെൻറ്റിന് കൺസിഡർ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അതിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഭാഗങ്ങൾ ശരിയല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ NEP നടപ്പിലാക്കും എന്നുള്ളത് MOUവിൻ്റെ ഒന്നാമത്തെ കണ്ടീഷനാണ്. അതിലെ ആദ്യത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് തന്നെ സ്റ്റേറ്റിൽ NEP 2020 നടപ്പിലാക്കും എന്നുള്ളത് മാത്രമല്ല, ആ NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ എൻറ്റയറിറ്റിയിൽ എന്ന് പറഞ്ഞാൽ സമഗ്രമായി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും NEP നടപ്പിലാക്കുക എന്നുള്ളത് അതിലെ ഫസ്റ്റ് കണ്ടീഷനാണ്. ആ സാഹചര്യത്തിൽ NEP യുമായി ഇതിന് ബന്ധമില്ല, PM ശ്രീയും NEPയും രണ്ടും രണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. അതുമാത്രമല്ല റിസെൻറ്റ് ചെയ്യുന്നതിന് അതിൽ MOUവിൽ വകുപ്പുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് 30 ഡേയ്സിൻ്റെ നോട്ടീസ് കൊടുത്ത് റിസെൻറ്റ് ചെയ്യാമെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ചില കണ്ടീഷൻസും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റിസെൻറ്റ് ചെയ്യുന്നതിന് പിന്മാറാൻ സാധിക്കും. ആ നിലയിലുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കണം. പക്ഷേ ഈ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ പക്ഷേ അത് കുറേ സങ്കീർണമാണ്. സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടരും കൂടി ചേർന്നിട്ടുള്ള സംവിധാനമായതിനാൽ ഇനി അഥവാ എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടായാലും പിന്മാറാൻ പ്രഖ്യാപിച്ചാൽ മതി എന്നൊരു നിലപാടാണോ? അല്ല, അത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് NEP പദ്ധതിയുമായി ബന്ധപ്പെട്ടും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടും സങ്കീർണതകൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ സങ്കീർണതകളുടെ നടുവിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയല്ലാതെ രാഷ്ട്രീയമായ മറ്റൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കാരണം BJP സർക്കാർ ഇത് ഇന്നലെ സ്വാഗതം ചെയ്തു. കാരണം LDF ഒരു മുന്നണി അല്ലെങ്കിൽ CPM ഇതിൽ ഒപ്പിട്ടതിന് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് കേന്ദ്ര സർക്കാർ? അല്ല, സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാവുമ്പോൾ CPIM-ഉം CPI-യും ശക്തമായിട്ട് എതിർത്ത ഒരു പദ്ധതി അതിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഒപ്പിടാതിരുന്നിട്ട് ഒപ്പിടുമ്പോൾ BJP സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല. രാഷ്ട്രീയപരമായിട്ട് കാരണം DMK ഒപ്പിട്ടിട്ട് അതെ, മൂന്ന് സംസ്ഥാനങ്ങളാണ് ഒപ്പിടാതിരുന്നത്. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും. അതിലെ ഒരു ഗവൺമെൻറ് ഒപ്പിട്ടപ്പോൾ അവർക്ക് സന്തോഷം തോന്നി, അതുകൊണ്ട് അവർ സ്വാഗതം ചെയ്തു. അത്രയേ ഉള്ളൂ. മന്ത്രിയെ കാണും. അതെ, BJP അനുകൂലിക്കുന്നവരൊക്കെ സ്വാഗതം ചെയ്യുമല്ലോ. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളും അതിനെ സ്വാഗതം ചെയ്യും. അത് മനസ്സിലാക്കാനുള്ള, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ളൊരു വിവേകം ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടായാൽ നല്ലത്. അതിനുള്ളൊരു കാലാവധിയാണോ ഈ 2 ദിവസം കൊടുത്തിരിക്കുന്നത്? അല്ലല്ല, 2 ദിവസം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടല്ല, പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ യോഗം കൂടണം എന്നുള്ളതുകൊണ്ടാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ യോഗം കൂടുമ്പോൾ അതിൽ തീരുമാനം ഉണ്ടാകാതിരിക്കത്തില്ലല്ലോ. അത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടാനുള്ള ഒരു സൗകര്യം നോക്കി 27-നോ 28-നോ കൂടാമെന്നാണ് തീരുമാനിച്ചത്. അത് 27-ാം തീയതി. SFIയുടെ ദേശീയ നേതൃത്വം വിദ്യാഭ്യാസ മന്ത്രിയെ സംസ്ഥാനത്ത് പോയി കാണും, അല്ലെങ്കിൽ അവർക്കും ഈ വിഷയത്തിലുള്ള ആശങ്ക നേരത്തെ അറിയിച്ചിട്ടുണ്ട്, ഇനിയുമുണ്ട്. CPIയുടെ അടക്കം അവരുടെ ആശങ്കകളും പരിഗണിക്കണമെന്ന് SFIയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ SFIയുടെ ആളുകൾ പറയട്ടെ. ഞാൻ ഇന്ന് ഒരു പത്രത്തിൽ വായിച്ചത് SFI നേതൃത്വവുമായി വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയം NEP PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നുള്ള നിലയിലാണ് SFIയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇന്ന് ഒരു പത്രത്തിൽ വായിച്ചത്. അത് SFIയുടെ പ്രവർത്തകർ ചിന്തിക്കട്ടെ, അതിൽ ഞാൻ അഭിപ്രായം പറയാം. അല്ല, SFIയെ പോലും പരിഗണിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ട് ഇക്കാര്യം CPIയോട് ചിന്തിക്കുക? CPIയെ മാത്രമല്ലല്ലോ, ഈ നയം എടുത്തിട്ടുള്ളത് CPI മാത്രമല്ല. അതാണ് തെറ്റ്. CPIM-ൻ്റെ ദേശീയ നേതൃത്വം എടുത്തിട്ടുള്ള നയമാണ്. CPIM-ൻ്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ച പ്രമേയത്തിൻ്റെ ഭാഗമാണ്. അതിനെ ധിക്കരിച്ചുകൊണ്ട്, അതില്ലെങ്കിൽ CPIM-ൻ്റെ ദേശീയ നേതൃത്വം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ സ്പിരിറ്റിന് വിരുദ്ധമായി ഒരു നിലപാടെടുത്തപ്പോൾ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ആരെയാണ്? ഘടകകക്ഷിയായ CPIയേക്കാൾ മുമ്പേ അത് ബോധ്യപ്പെടുത്തേണ്ടുന്നത് CPM-ൻ്റെ ദേശീയ നേതൃത്വത്തെയാണ്. അതോടൊപ്പം തന്നെ CPI ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളെയും അത് ബോധ്യപ്പെടുത്തി.